പേവിഷബാധയുള്ള നായയോ പൂച്ചയോ ഒക്കെ നമ്മളെ കടിച്ചു കഴിഞ്ഞാൽ ആ മുറിവിലൂടെ റാബീസ് വൈറസ് നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നു. മാംസപേശിയിലേക്കാണ് വൈറസ് ആദ്യം എത്തുന്നത്. മറ്റ് വൈറസുകൾ സഞ്ചരിക്കുന്ന പോലെ ബ്ലഡിലൂടെയല്ല റാബീസ് സഞ്ചരിക്കുക, മറിച്ച് നമ്മുടെ നാഡീ ഞരമ്പുകൾ വഴിയാണ് റാബീസിൻ്റെ സഞ്ചാരം. മാംസപേശിയിൽ നിന്നും തൊട്ടടുത്തുള്ള ഞരമ്പിലേക്ക് വൈറസ് പ്രവേശിക്കുന്നു. ഈ ഞരമ്പുകൾ വഴി പുറകിലേക്ക് സഞ്ചരിച്ച് വൈറസ് സ്പൈനൽ കോഡിലേക്ക് എത്തുന്നു. സ്പൈനൽ കോഡിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ വെച്ച് വൈറസ് ധാരാളമായി മൾട്ടിപ്ലൈ ചെയ്യുകയും പിന്നീട് സഞ്ചാരം തുടർന്ന് നമ്മുടെ ബ്രെയിനിലേക്ക്, തലച്ചോറിലേക്ക് എത്തുകയും ചെയ്യുന്നു. വൺസ് ഈ വൈറസ് നമ്മുടെ ബ്രെയിനിൽ എത്തിക്കഴിഞ്ഞാൽ then there is no going back from death. തലച്ചോറിൽ ഈ വൈറസ് വീണ്ടും ധാരാളമായി മൾട്ടിപ്ലൈ ചെയ്യുകയും പിന്നീട് നമ്മുടെ ബ്രെയിനിൽ നിന്നും പുറത്തേക്ക് വരുന്ന വിവിധ ഞരമ്പുകൾ വഴി തിരിച്ച് സഞ്ചരിച്ച് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുകയാണ് ചെയ്യുക. തൊലിപ്പുറത്തേക്കും അതുപോലെ തന്നെ ഉമിനീര് ഗ്രന്ഥികളിലേക്കൊക്കെ വൈറസ് എത്തുന്നത് ഇപ്രകാരമാണ്. ഉമിനീർ ഗ്രന്ഥിയിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ വെച്ച് വൈറസ് വീണ്ടും മൾട്ടിപ്ലൈ ചെയ്യുകയും പിന്നീട് ഉമിനീരിലൂടെ പുറത്തേക്ക് വരികയും ചെയ്യുകയാണ് ചെയ്യുക. ഈ റാബീസ് ഒരിക്കലും നമ്മുടെ ബ്രെയിനിനെ നശിപ്പിക്കുകയല്ല ചെയ്യുക, മറിച്ച് നമ്മുടെ ബ്രെയിനിനെ ഹൈജാക്ക് ചെയ്യുകയാണ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ബ്രെയിനിനെ ഒരു കാറായിട്ട് സങ്കല്പിക്കുക. റാബീസിനകത്ത് ഈ കാറിൽ കയറി കഴിഞ്ഞാൽ ആദ്യം അതിൻ്റെ ബ്രേക്ക് കട്ട് ചെയ്ത് കളയും, പിന്നെ ആക്സിലേറ്ററിൽ അമർത്തി പിടിക്കും, സ്റ്റിയറിങ്ങിൻ്റെ നിയന്ത്രണം പൂർണ്ണമായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് എടുത്ത് കളയും. നമ്മൾ പുറത്തേക്ക് ഇറങ്ങി ഓടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഡോറെല്ലാം ലോക്ക് ചെയ്ത് കളയും. ഏത് നിമിഷവും ഈ കാർ എവിടെയെങ്കിലുമൊക്കെ ശക്തമായിട്ട് ഇടിച്ച് നിൽക്കാം എന്ന പൂർണ്ണ ബോധത്തോടെയാണ് ഡ്രൈവർ ആ കാറിലിരിക്കുന്നത്. നമ്മുടെ ബ്രെയിനിലുള്ള ന്യൂറോണുകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആശയവിനിമയം നടത്തുന്നത് ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ വഴിയാണ്. തലച്ചോറിലെ ബ്രേക്ക് സിസ്റ്റം എന്നറിയപ്പെടുന്നത് ഗാബ അല്ലെങ്കിൽ ഗ്ലൈസിൻ എന്നൊക്കെ പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്ററുകളാണ്. റാബീസ് വൈറസ് ഈ ന്യൂറോ ട്രാൻസ്മിറ്ററുകളുടെ പ്രവർത്തനം പൂർണ്ണമായിട്ട് ഇൻഹിബിറ്റ് ചെയ്യും. അപ്പോൾ എന്താണ് സംഭവിക്കുക? തലച്ചോറിലുള്ള ന്യൂറോണുകളെല്ലാം അമിതമായിട്ട് ഫയർ ചെയ്യും. അത് കാരണം കൊണ്ട് തന്നെ ശരീരത്തിൽ അനിയന്ത്രിതമായിട്ടുള്ള കൺട്രാക്ഷൻസും ശരീരത്തിലുള്ള പേശികളൊക്കെ വരിഞ്ഞു മുറുകാനും തുടങ്ങും. രോഗിക്ക് അതിശക്തമായിട്ടുള്ള വേദനകൾ അനുഭവപ്പെടും. മാത്രമല്ല, ഇത് കാരണം രോഗിക്ക് ഹലൂസിനേഷൻസ് ഉണ്ടാകും. അതുപോലെ തന്നെ രോഗി അമിതമായിട്ടുള്ള ഒരു അഗ്രസീവ്നെസ് കാണിക്കുക, അതുപോലെ തന്നെ വയലൻസ് കാണിക്കുകയൊക്കെ ചെയ്യും. അതിൻ്റെ എല്ലാ റീസൺസ് ഈ ഗാബേൻ്റെ അളവ് കാര്യമായിട്ട് കുറയുന്നതുകൊണ്ടാണ്. നമ്മൾ ശ്വാസം എടുക്കുന്നതും അതുപോലെ നമ്മുടെ നെഞ്ചിടിപ്പും തൊണ്ടയുടെ ചലനങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് തലച്ചോറിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായിട്ടുള്ള ബ്രെയിൻ സ്റ്റെമിൻ്റെ പ്രവർത്തനം കൊണ്ടാണ്. ഈ ബ്രെയിൻ സ്റ്റെം എന്ന് പറയുന്ന ഏരിയൻ്റെ പ്രവർത്തനം ഈ വൈറസ് പിടിച്ചെടുക്കും. അതുകൊണ്ടാണ് രോഗിക്ക് ശ്വാസം എടുക്കാനൊക്കെ ഭയങ്കരമായിട്ടുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നതും ഉമിനീരിറക്കാൻ ശ്രമിക്കുമ്പോൾ പോലും ഇത്ര